യെസ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് മണിക്കൂർ പുറകോട്ട് പോകാം. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ എറിഞ്ഞ് കളിക്കുകയായിരുന്നു. നമ്മുടെ ബൗൺസിങ് ബോളെ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനൊരു കാര്യം നോക്കിയത്. നമ്മുടെ ബൗൺസിങ് ബോളിനെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നില്ല. പെട്ടെന്ന് എൻ്റെ വായിൽ ഞാൻ കൈയിട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ കഷ്ണങ്ങൾ വായിൽ നിന്ന് കിട്ടി. സംഭവം എന്താ, ഇതാണ് ബൗൺസിങ് ബോളിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഇത്രയും പീസ് മിസ്സിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആ ബോൾ ഒന്ന് കടിച്ചു നോക്കി, എന്നാലും അത്ര പെട്ടെന്നൊന്നും ബോൾ പൊട്ടുന്നില്ല. എന്നാലും ഒരു പേടി കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. അങ്ങനെ ഡോക്ടർ എല്ലാം അവനെ ചെക്ക് ചെയ്ത് നോക്കി. ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല, കാരണം കുഞ്ഞിന് ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നുമില്ല, ലങ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ബോളൊന്നും അകത്ത് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ശ്വാസം നേരെ വീഴുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. ബൗൺസിങ് ബോൾ തന്നെ വേണം അവന്. അങ്ങനെ ദേഷ്യം മൂത്ത് തുള്ളുന്നുണ്ട് അവൻ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. അപ്പോൾ എന്തൊക്കെയായാലും ഇത് അവന് കൊടുക്കാൻ ഞങ്ങൾ ഇനി പ്ലാൻ ഇട്ടിട്ടില്ല. സോ നിങ്ങളുടെ കുഞ്ഞിനും ഇതുപോലെ എന്തെങ്കിലും ബൗൺസിങ് ബോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ ബോൾ ആണെങ്കിൽ പോലും സൂക്ഷിക്കുക, കടിച്ചാൻ ചാൻസ് ഉണ്ട്. സോ ഇത് കൊടുക്കരുത് കേട്ടോ.